ചെറിയ കാര്യം പറഞ്ഞിട്ട് ഞാൻ പോവാവേ. കുറച്ച് പേർക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഞാൻ എന്താ അയർലൻഡിൽ പോവാത്തെ, എനിക്ക് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ലേ, നീ എന്താ ഒന്നും പോകുന്നില്ലേ, അങ്ങനെ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ഒരു പ്രാവശ്യം ചോദിച്ചാൽ ഞാൻ ഓൾറെഡി അതിനൊരു വീഡിയോ ഇട്ട് പിന്നീട് അത് കുറച്ച് കാലത്തേക്ക് നിന്നു. ഇപ്പൊ രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ സജഷൻസ് ആയിട്ടാണ് വരുന്നത്. നിനക്ക് വേറെ എവിടെയെങ്കിലും കൺട്രി ട്രൈ ചെയ്തൂടെ, ഇനി അതല്ല നിനക്ക് GCC കൺട്രി നോക്കിക്കൂടെ, എന്തിനാ ഇങ്ങനെ എപ്പോഴും പൊട്ടക്കണ്ടിലെ തവളയായിട്ടിരിക്കുന്നത്, പുറത്തേക്ക് വേറെ ഏതെങ്കിലും കൺട്രീസ് നോക്കിയാൽ പോലെ, എന്തിനാ ഇതുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. സോ എനിക്ക് എന്റെ OET വാലിഡ് ആയിട്ട് നിൽക്കുന്നത്, ഒരു വർഷം ഓൾറെഡി കഴിഞ്ഞു, ഇനി ഒരു വർഷം കൂടിയുള്ളൂ. ആ ഒരു വർഷത്തിൽ തന്നെ ഇപ്പൊ കുറച്ച് മന്ത്സും കൂടി ഇനി എനിക്ക് ബാക്കിയുള്ളൂ. ആ ഒരു മന്ത് ഞാൻ ആ എക്സാം എഴുതിയ ആ ഒരു ഡേറ്റ്, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അന്ന് വരെ വേറൊരു കൺട്രിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അത് ചെയ്യേയില്ല. ആൻഡ് അതിനുള്ളിൽ എനിക്കൊരു അവസരവും വരും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ഇനി അത് കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺട്രിനെ കുറിച്ച് ചിന്തിക്കും. അല്ലാതെ അതിന് മുന്നേ എടുത്തു ചാടി വേറൊരു കൺട്രിനെ കുറിച്ച് ചിന്തിക്കാനോ വേറൊരു കൺട്രീന്റെ ഇതിലേക്ക് പോകാനോ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി സജഷൻസ് തരുന്ന ആൾക്കാർക്ക് സജഷൻസ് തരാം, കുഴപ്പമില്ല, ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ബട്ട് അത് ഞാൻ സ്വീകരിക്കണോ അല്ലെങ്കിൽ അതിനോട് ഞാൻ അതും വെച്ച് മുന്നോട്ട് പോകണോ നിങ്ങൾ തന്ന സജഷൻ എന്നുള്ളത് എന്റെ ഡിസിഷനാണ്. നിങ്ങൾക്ക് സജഷൻസ് തരാം, അതിനൊരിക്കലും ഒരു തെറ്റല്ല. അതേപോലെ അത് ഞാൻ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് അത് എന്റെ ഇഷ്ടമാണ്, അതെന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. പിന്നെ ഇനി അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ ഈ ഏജൻസി ജെന്യൂൻ ആണോ, ഇത് റിയൽ ആണോ, ഇത് ഫേക്ക് ആണോ, അയർലൻഡിൽ പോകാൻ പറ്റുമോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഫേക്ക് ആയിട്ട് വെറുതെ ആഡ് കൊടുത്ത് നടത്തുന്ന ഒരു ഏജൻസിയിലും വെറുതെ പോയി വീഴണ്ട. ഇനിയിപ്പോ പോവുകയാണെങ്കിൽ തന്നെ അവർ വഴി പോയി ഏതെങ്കിലും കുട്ടികൾ ആരെങ്കിലും അറിവിലുണ്ടോ പരിചയത്തിലുണ്ടോ എന്നുള്ള ഉറപ്പിച്ചതിന് മാത്രം പോവാ, ശേഷം മാത്രം പോവാ. ഇനിയിപ്പോ എത്ര ഫേമസ് ആയിട്ട് കൊണ്ടുപോയ ഏത് ഏജൻസി ആണെങ്കിലും പലർക്കും തെറ്റുകുറ്റങ്ങൾ ചില കുട്ടികൾക്ക് പറ്റിപ്പോകാറുണ്ട്, അതും മനസ്സിൽ വെക്കുക. ഇതൊരു ഞാണിന്മ കളിയാ. ആ കളിക്ക് മര്യാദയ്ക്ക് കളിക്കാൻ അറിയുന്നവർ മാത്രം ഇറങ്ങുക. പിന്നെ ഇതിലേക്ക് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ ശ്രമിക്കുക, വെറുതെ പോയി നമ്മുടെ പൈസ കൊണ്ട് കളയാതിരിക്കാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്.